ഹായ് ഹലോ നമസ്കാരം. ഞാൻ മായാവി. ചിരിയോ ചിരി. നിങ്ങൾ കുറേ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. റിയാലിറ്റി അങ്ങനെയല്ല. എൻ്റെ കയ്യിലൊന്നും ഉണ്ടാവില്ല. നിങ്ങളൊന്ന് പ്രതീക്ഷിച്ച് നോക്കിയേ. ഈ 6 സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാർ ചെക്കന്മാരുടെ ഇടയ്ക്ക് ഞാനൊരു പെങ്കൊച്ച് മാത്രം. ഇല്ലേ? നമ്മുടെ ഷോ ഡയറക്ടർ രഞ്ജിത്ത് തന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, മായ പാലാരിവട്ടത്ത് വെച്ചൊരു ഷോ നടക്കുന്നുണ്ട്, മസ്റ്റായിട്ട് വരണം. 6 ചെക്കന്മാരിടയ്ക്ക് മായ ഒരു പെങ്കൊച്ച് മാത്രമേ ഉള്ളൂ. എങ്ങനെ എങ്ങനെ ഞാൻ വരാതിരിക്കും? ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും ഞാൻ വന്നിരിക്കും. ഒറ്റ കണ്ടീഷൻ, ഗൂഗിൾ പേയിൽ പൈസ വീണില്ലേലും കുഴപ്പമില്ല, ഈ ലിസ്റ്റിൽ ഇനി ഒരു പെങ്കൊച്ചിൻ്റെ പേര് വരാൻ പാടില്ല. അന്ന് മുതൽ ഞാൻ ഡയറക്ടർ രഞ്ജിത്തിനോട് പറയുകയാണ്, എനിക്ക് ലൊക്കേഷൻ അയച്ചാന്ന്. ഒരു 10 മിനിറ്റ് മുമ്പ് മേക്കപ്പ് റൂമിൽ വെച്ച് പുള്ളി എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങോട്ട് വരാനല്ല, എൻ്റെ സ്റ്റാൻഡപ്പ് കേട്ട് കഴിയുമ്പം എങ്ങനെ ഓടി രക്ഷപ്പെട്ട് ഞാൻ വീട്ടിലേക്ക് പോകാം എന്നതിനെ പറ്റിയിട്ട് പുള്ളിക്കൊരു ധാരണ ഉണ്ടെന്ന്. എടാ, ഞാൻ നിർത്തുമ്പോൾ കൈയടിക്കടേ. അല്ലെങ്കിലും നമ്മളൊക്കെ ഈ നാടോടുമ്പോൾ നമ്മൾ നടുവേ ഓടണം. ചിലപ്പോൾ നടുതല്ലേക്ക് വീഴും, എന്തായാലും പ്രശ്നമില്ല, എഴുന്നേറ്റ് ഓടിക്കണം. അല്ലെങ്കിൽ നമ്മളൊക്കെ കുറച്ച് പേര് ഒരു ഓട്ടത്തിലാണ് ലൈഫിൽ. അതായത് ഈ 80-ലുള്ളവരും ഈ 90-ലുള്ളവരൊക്കെ ഇപ്പോഴത്തെ ഒരു ടീനേജ് പിള്ളേരൂടെ എത്താൻ വേണ്ടിയിട്ടൊരു ഓട്ടമാണ്. അതിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഈ ഒരു അവസരത്തിൽ എൻ്റെ അമ്മാവനെ പറ്റി എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം പുള്ളിയെപ്പറ്റി പറയുവാണെങ്കിൽ ഈ വനിതാ സ്ത്രീകളുടെ വഴികാട്ടി എന്ന് പറയുന്ന പോലെ എൻ്റെ വഴികാട്ടിയല്ല കേട്ടോ, എൻ്റെ വഴിമുടക്കിയാണ് ഈ പുള്ളി. +2 പരീക്ഷ എഴുതി നിൽക്കുന്ന സമയത്ത് ഒരു കാര്യമില്ലാതെ മുറ്റമടിച്ചുകൊണ്ടിരുന്ന എൻ്റെ അമ്മയോട് പുള്ളി ഒന്ന് പറഞ്ഞതാ, ചേച്ചി ഇവിടെ ഇങ്ങനെ നിർത്തിയാൽ മതിയാ, പെങ്കൊച്ചല്ലേ, നമുക്ക് ജോലിയൊക്കെ വേണ്ടേ, നമുക്ക് PSCക്ക് വിട്ടാലോ എന്ന്. സ്വന്തം നാട്ടിലെ മെമ്പറുടെ പേരറിയാത്ത ഞാൻ വേണ്ട അമേരിക്കൻ പ്രസിഡൻ്റെ പേരൊക്കെ പഠിക്കാൻ വേണ്ടി ചാടിപ്പോയി, ഫീസൊക്കെ കൊടുത്ത്. PSC എക്സാമിൻ്റെ തലേന്ന് പിന്നെ ഈ മാമൻ വന്ന് വീട്ടിൽ. വീണ്ടും എൻ്റെ അമ്മയോട് സെയിം കാര്യം, ചേച്ചിയെ കഴിഞ്ഞ ദിവസം നമ്മുടെ കുടുംബാമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ മായമോക്ക് ഭയങ്കര കഷ്ടകാലമാണ്. അതായത് ഈ 2 മാസത്തിനുള്ളിൽ കല്യാണം നടത്തിയില്ലെങ്കിൽ പിന്നെ 18-ാം വയസ്സിലുള്ളന്ന് കല്യാണം. 18-ാം വയസ്സിലാണല്ലോ എല്ലാവരും കല്യാണം കഴിക്കണ്ടേ. എൻ്റെ അമ്മയ്ക്ക് ഇത് കേട്ടപ്പോഴത്തേന് സങ്കടം മനസ്സിളകി. അപ്പം തന്നെ അമ്മയുടെ അല്ല എൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സ് ചെറുതായിട്ടൊന്ന് ഇളകുമല്ലോ. ഒന്ന് നോക്കിയല്ലേ, ഞാൻ പെണ്ണ് കാണാൻ ചെന്നു, ചായയും പരിപ്പോടെയൊക്കെ കൊടുത്തു, ചെക്കൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, സെറ്റ് ചെക്കൻ ഇഷ്ടമാണെന്ന് ഞാൻ അകത്തുനിന്ന് പറയുകയും ചെയ്തു. പിന്നെ മനസ്സിലായി അത് ചെക്കൻ്റെ കൂട്ടുകാരനെ, ഇതാ ചെക്കനെന്ന്. എങ്കിലും കുഴപ്പമില്ല, മാമൻ്റെ ഇഷ്ടമല്ലേ, കെട്ടി. എൻ്റെ അന്ന് കല്യാണത്തിൻ്റെ രാവിലെ പിന്നെ വന്ന് എൻ്റെ മാമൻ എൻ്റെ കയ്യിൽ നിന്നൊരു 100 രൂപ മേടിച്ചുകൊണ്ട് പോയിട്ട് വെറ്റിലെ മേടിച്ചുകൊണ്ട് എൻ്റെ തന്നിട്ട് പറയാം, മോളെ ഒരു 101 രൂപ വെച്ചിട്ട് മാമൻ്റെ അനുഗ്രഹം മേടിക്കാം. ഒരു വെറ്റിൽ പോലും മേടിക്കാൻ പൈസ ഇല്ലാത്ത ഈ മൊണ്ണയുടെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് ഞാൻ ആ കുടുംബത്തിൽ ചെന്ന് കയറി കൊടുക്കാൻ. മാമനല്ലേ, കല്യാണമല്ലേ, പോട്ടെന്ന് വെച്ച് ഞാൻ കല്യാണം കഴിച്ചു പോയി. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പം ഞാൻ വേറൊരു ദാമ്പത്യ ജീവിതത്തിൽ പോയി, ഇനി മാമ എൻ്റെ ജീവിതത്തിലൊന്നും ഇടപെടാൻ വരുന്നില്ലെന്ന്. അവിടെയാണ് തെറ്റുപറ്റുന്നത്. നമ്മൾ 4 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലേക്ക് വിരുന്ന് വരുന്നൊരു പരിപാടിയുണ്ട് ഇല്ലേ. അന്ന് വന്നപ്പം എൻ്റെ കെട്ടിയൻ്റെ തോളിൽ എൻ്റെ മാമൻ കൈയിട്ടിട്ട് പറച്ചിൽ, മോനെ അമ്മാവന് വയസ്സൊക്കെ ആയില്ലേ, നിങ്ങളുടെ കല്യാണവും കഴിഞ്ഞ് ഇത്രയായി, എനിക്കിനൊരാഗ്രഹം കൂടി ഉണ്ട്, 2 മാസത്തിനുള്ളിൽ ഒരു കുഞ്ഞിക്കാല് കാണണമെന്ന്. എടേ ഒരു ബ്ലോക്ക് വഴി മേടിച്ച് അടയിരുത്തി തന്നെ മുട്ട വരുത്തി ചിക്കൻ്റെ കാല്, അതായത് കോഴിക്കാല് കാണാൻ വരെ 4 മാസം എടുക്കും ഈ പ്രോസസ്സിന്. ഇതിങ്ങനെ എന്തോ ഈ പ്ലാനിങ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും കുഴപ്പമില്ല, അതിൽ നിന്നും പോയി. അമ്മാവൻ ഇനി നമ്മുടെ ലൈഫിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. കുറേ ദിവസം കഴിഞ്ഞപ്പം എൻ്റെ അമ്മാവൻ പിന്നെ എന്നെ ഫോൺ വിളിച്ചു, മോളെ എനിക്ക് നിന്നോടൊരു ക്ഷമ പറയണം, കാരണം പക്വതയില്ലാത്ത പ്രായത്തിൽ ഞാൻ നിന്നെ പിടിച്ച് കെട്ടിച്ചില്ലേടിയെന്ന്. ശരി കേട്ടോ, എന്തോ ഒരു വെള്ളിടി വീണിട്ടുണ്ട് പുള്ളിക്കാരൻ. ഞാൻ പറഞ്ഞു ശരി, എനിക്ക് പക്വതയായിട്ടില്ലായിരുന്നു. ഞാൻ എൻ്റെ കെട്ടിയും വന്നപ്പോഴത്തേക്ക് പുള്ളിയോട് പറഞ്ഞു, ചേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്, നമ്മൾ പക്വതയില്ലാത്ത പ്രായത്തിൽ നമ്മളെ പിടിച്ച് കല്യാണം കഴിച്ചു എന്ന്. മാമന് ഭയങ്കരമായിട്ടും മാനസിക വിഷമമുണ്ട്, അതുകൊണ്ട് നമുക്കിപ്പോൾ ഡിവോഴ്സായിട്ട് പക്വതയായിട്ട് കെട്ടാമെന്ന്. എന്നെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ അത് ഞാൻ പറഞ്ഞത് പുള്ളിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണോ എന്നറിയില്ല. 3-4 ദിവസം പുള്ളി പിന്നെ എൻ്റെ മുന്നിൽ വന്നില്ല. ഒരു 5-ാമത്തെ ദിവസം രാവിലെ എൻ്റെ കവിളിലെ നീരൊക്കെ ഒന്ന് കുറഞ്ഞപ്പം പുള്ളിയുടെ കണ്ണൊക്കെ ഞാൻ കാണാൻ തുടങ്ങി. അന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ കെട്ടിയവന് പക്വത ഉണ്ടെന്ന്. എങ്കിലും ഇടയ്ക്ക് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ വെറുങ്കയോട് കയറി ചെല്ലാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട് ആചാരങ്ങൾ. അപ്പം ഞാൻ വെച്ചാൽ എൻ്റെ മാമൻ എന്തെന്നാണ് മേടിച്ചുകൊണ്ട് പോകുന്നത്. ആ സമയത്താണ് ഞാൻ എൻ്റെ മാമൻ ഒരു വാച്ച് മേടിച്ചോണ്ടേ, ചുമ്മാ വാച്ചൊന്നും അല്ല, സ്മാർട്ട് വാച്ച്.
അത് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ പിന്നെ പുള്ളിക്കാരനെ ഞങ്ങളൊന്നും അല്ല നിയന്ത്രിക്കുന്നത്. സ്പീഡ് നടന്നിട്ട് പുള്ളി സഡൻ ബ്രേക്ക് ഇട്ടങ്ങ് നിൽക്കും. ചോദിക്കണം പറയാം, ദേ വാച്ചിൽ 5000 അടി നടന്നിട്ടുണ്ട്, ഇവിടെ നിൽക്കണം. രാത്രി 2 മണിക്ക് ചാടി എന്നിട്ട് വെള്ളം കുടിക്കും. വാച്ചിൽ അലാറം കേട്ടിട്ടുണ്ട്, വെള്ളം കുടിക്കണം. പുള്ളി വാച്ചിൻ്റെ പ്രവൃത്തിക്കനുസരിച്ച് പുള്ളി പോവാന്ന് മനസ്സിലായി. എനിക്കിതുണ്ട്, കാരണം വീട്ടിൽ വേറെ പണിയില്ലാത്തതുകൊണ്ടാണല്ലോ ഇതിൻ്റെ പിന്നാലെ പോകുന്നത്. എങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ മേടിച്ചു കൊടുക്കാമെന്ന് വെച്ചു. സ്മാർട്ട് ഫോൺ മേടിച്ചു കൊടുത്ത ഞാൻ പിന്നെ എൻ്റെ മാമനെ കാണുന്നത് മൂക്കും കണ്ണും വായും മാത്രം DP-യിൽ ഒതുങ്ങുന്ന ഫേസ്ബുക്കിലാണ്. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഞാൻ രാവിലെ നോക്കിയപ്പം കാണാം എൻ്റെ കുടുംബക്കാരെല്ലാം വിളിച്ചു കൂട്ടി പുള്ളിക്കാരൻ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പും തുടങ്ങി, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഫാമിലി ഗ്രൂപ്പിൽ എല്ലാവരും വരണം, മാമൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. ഞാനതൊക്കെ തട്ടിക്കളയുന്ന കേസാണ്. പക്ഷേ എനിക്ക് തട്ടിക്കളയാൻ പറ്റൂലെന്നേ. പുള്ളിയുടെ പേരിലൊരു 2-3 ഏക്കർ സ്ഥലം ഉള്ളതാണ്. ഇനിയിപ്പോൾ ഒരു വെള്ളിടി വെട്ടിയതൊക്കെ എൻ്റെ പേരിലാണ് വന്നാലോ. ഞങ്ങളെല്ലാവരും 6 മണിയായപ്പം വെയിറ്റ് ചെയ്തിരിക്കുമോ പുള്ളിയെ. പുള്ളി വന്നു. വീഡിയോ കോളിൽ എല്ലാവരും വന്നപ്പോഴും പുള്ളിക്കാരനോട് എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്, അവരവർ അഭിപ്രായങ്ങൾ പറയണം. സത്യഭാമ കറുപ്പനെ പറ്റി പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്താ അഭിപ്രായമെന്ന്. എടാ ഞാൻ നോക്കിയപ്പോൾ വീഡിയോ കോളിൽ എല്ലാവരുടെ ഫേസ് എനിക്ക് കാണാം, പുള്ളിയുടെ ഫേസ് മാത്രം കാണാൻ പറ്റുന്നില്ല. കരിയൊക്കെ തേച്ച് വെച്ചാൽ പ്രതിഷേധമായിരിക്കും. ചോദിച്ചപ്പോൾ പുള്ളി പറയാം, എൻ്റെ മുഖത്ത് ചെറിയൊരു കരിവാളിപ്പ്, ഞാൻ പീൽ ഓഫ് മാസ്ക് ഇട്ടേക്കുവാണ്. ഈ മനുഷ്യൻ കൊറോണ സമയത്ത് 2 രൂപ എടുത്ത് മാസ്ക് മേടിക്കാത്ത ആളാണ്. എങ്കിലും പോട്ടെ, അങ്ങനെ അങ്ങ് വിചാരിക്കാം. പിന്നീട് ഈ മനുഷ്യൻ്റെ ഓരോരോ മാറ്റങ്ങൾ നമ്മൾ കാണാൻ തുടങ്ങണം. അതായത് വീട്ടിൽ വന്നിട്ട് ഇപ്പം അടുക്കളയിൽ നിന്നിട്ട് എൻ്റെ മാമിക്കാണെങ്കിൽ മൊബൈലിനെ പറ്റി ഒരു വിവരമില്ല. എങ്കിലും റൂമിൽ ഇരുന്നുകൊണ്ട് മാമിക്ക് ഫോൺ ചെയ്യും, ഡേ എനിക്കൊരു ചായ റൂമിലോട്ട് കൊണ്ടുവന്നേ, ലൊക്കേഷൻ ഞാൻ ഇട്ട് തന്നേക്കാം. രാവിലെ മീൻകാരി ചേച്ചി വരുമ്പോഴത്തേക്കും പുള്ളിക്കാർ പൈസ കൊടുത്തിട്ട് സാധാരണ രീതി ബ്ലൗസിൻ്റെ അടിയിലോട്ട് പൈസ തിരികെ വെക്കുമ്പോഴത്തേക്കും, നിങ്ങൾ എന്ത് സ്ത്രീയാണ്, നിങ്ങളിപ്പോഴും ഇങ്ങനെയാണോ പൈസ സൂക്ഷിക്കുന്നത്, നിങ്ങൾക്കൊരു ഗൂഗിൾ പേ എടുത്തൂടെ എന്നും പറഞ്ഞ് പട്ടി പോസ്റ്റിൽ മുള്ളാൻ നിൽക്കുന്നു. അല്ല കാല് പൊക്കിയിട്ട് പുള്ളി പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് ഗൂഗിൾ പേ എടുത്ത് ഇവരെ കാണിക്കുക. അതിലത്തെ രമണി ചേച്ചിയെ ഫോൺ വിളിച്ചിട്ട്, അതെ ആ മതിലിനടുത്തേക്കുന്ന കറിവേപ്പില ചെന്ന് ചായച്ച് പിടിച്ച് ഞാനൊന്ന് പിടിക്കട്ടെ. കറിവേപ്പില എന്ന് പറഞ്ഞൊരു വാക്കുള്ളതുകൊണ്ട് മാത്രം മാമൻ സേഫായിട്ട് അവിടെ ഇരിപ്പുണ്ട്. പിന്നീട് മൊത്തം ചെലവ് ചുരുക്കല. അതായത് ആൻറ്റിയുടെ ഒരു മോള് ഗർഭിണിയായപ്പോഴത്തേക്കും അവരെ വീട്ടിൽ വിളിച്ചിട്ട്, എന്തിനാണ് നമ്മൾ ഈ വയറാണ ചടങ്ങിന് 9 കൂട്ടം പലഹാരമായിട്ട് അങ്ങോട്ട് വരുന്നത്, ചെലവ് ചുരുക്ക്, ഓൺലൈൻ വഴി നിങ്ങൾ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്യേ, അല്ലെങ്കിൽ കുറച്ച് പലഹാരങ്ങൾ മേടിച്ചു കൊടു. അന്ന് വീട്ടിൽ അമ്മായിയോ ആൻറ്റി ആരെങ്കിലും വിളിക്കുമ്പം ഒരു വീഡിയോ കോൾ വിളിച്ച് മോളെ വയറും കാണിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എടേ ഇത് ഓരോരോ ദിവസങ്ങൾ വരുമ്പോഴത്തേക്കും പുള്ളിക്കാർ ഇതിൽ നിന്ന് മാറിപ്പോകും. അപ്പോഴത്തേക്ക് എൻ്റെ മാമിക്ക് ചെറിയ സംശയങ്ങളൊക്കെ വരാൻ തുടങ്ങി. മാമി എന്നെ വിളിച്ചിട്ട്, മോളെ ഇത് കൈവെട്ടുപോകുന്ന കേസാണ്, എന്തോ ചുറ്റിക്കളി എൻ്റെ മാമനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ശരിയാ, ചെറിയ എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മാമനെ നിരീക്ഷിക്കാൻ തുടങ്ങി. അന്നപ്പോൾ ശരിയാ, രാത്രി കറക്റ്റ് 11:45 ഞങ്ങൾ ഉറപ്പ് വരുത്തിയപ്പം പുള്ളി ഫോൺ എടുത്തുകൊണ്ട് പുറത്തിറങ്ങി. ഞാനും മാമിയും പതുക്കെ പുറകിൽ നോക്കിയപ്പോൾ രമണ ചേച്ചിയുടെ വീട്ടിൽ പോയി. അയ്യോ എന്താ ആകാംക്ഷ, കൈയടിക്കുന്നില്ല, ശ്വാസം വിടില്ല, ചിരിക്കുന്നില്ല, എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ കാണുമായിരിക്കും. രമണ ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട് പുള്ളി ടെറസിൻ്റെ മണ്ടേ കയറി. ഞങ്ങളും പമ്മി പുറകെ ഇങ്ങനെ പോവാം. എൻ്റെ മാമിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. പുള്ളിക്കാരി കറങ്ങി കുത്തി ഒറ്റയടി അടിച്ചിട്ടുണ്ട്. നീ എന്നെ എത്ര നാൾ ചതിക്കുമായിരുന്നു അല്ലേടാ. എൻ്റെ മാമ അതിൽ സ്പീഡിൽ തിരിഞ്ഞിട്ട് ഒറ്റയടി. നിന്നെ മാത്രമല്ലടി, ലോകത്തുള്ള എല്ലാവരും ചതിക്കുമായിരുന്നു. ഇന്ന് രാത്രി ചന്ദ്രയാൻ വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല. അപ്പം എനിക്ക് തോന്നി ഈ മനുഷ്യൻ രമണിയെ കാണാൻ പോയാൽ ഇതിലും അഭിമാനം ഉണ്ടായിരിക്കുമെന്ന്. പിന്നീട് പുള്ളിക്കാരൻ്റെ എന്ന് വെച്ചാൽ ഓരോരോ DP-കൾ എടുത്തിട്ട് ഓരോ ഫോട്ടോസ് എടുത്തിട്ട് അവിടെ ഇടുക ഇവിടെ ഇടുക. ഒരു ദിവസം വീട്ടിലിരുന്ന് എങ്ങനെ വെറുതെ സമ്പാദിക്കാമെന്ന് ചിന്തിക്കുക. ആ ടൈമിലാണ് പുള്ളി എന്നോട് വന്നിട്ട് പറഞ്ഞു, മോളെ ഞാനൊരു കാര്യം പറയാം, ആരോടും പറയരുത്, നമുക്ക് ഒറ്റയടിക്ക് ലക്ഷപ്രഭു ആവാം. സണ്ണി ലിയോൺ എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ ഒരു പെങ്കൊച്ചിൻ്റെ ഒരു നഗ്നചിത്രം എൻ്റെ കിട്ടിയിട്ടുണ്ട്. അവളുടെ നമ്പർ ഉണ്ടെങ്കിൽ അവളെ നമുക്ക് കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നും മാമ അതൊക്കെ അവരുടെ തൊഴിൽ, അത് വിട്. പിറ്റേ ദിവസമായപ്പോൾ മാമ അടുത്ത നമ്പരോട്ട് വന്നു. ആ കൊച്ചിൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും വല്ല ഫോട്ടോ ഉണ്ടോ, ഇതൊക്കെ പാവപ്പെട്ട ഏതെങ്കിലും ചെറുക്കൻ്റെ തലയിലല്ലേ മോളെ പോയിരിക്കുന്നതെന്ന്. എങ്കിലും കഴിഞ്ഞിടയ്ക്ക് മുഖത്ത് ചെറിയൊരു മുഖക്കുരു വന്നപ്പോൾ പുള്ളിക്കാരന് ഭയങ്കര ടെൻഷൻ. എന്നിട്ട് പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു, മോളെ മാമനൊരു അന്ത്യാഭിലാഷമുണ്ട്, എന്തെങ്കിലും കാരണവശാൽ ഞാൻ മരിച്ചു പോയാൽ ഈ ഫോൺ മാമിയുടെ കൈ കൊടുക്കല്ലേന്ന്. എടേ ഈ മൊണ്ണയ്ക്ക് ഇപ്പോഴും അറിയത്തില്ല, ഈ ഫോൺ എന്നാണോ എൻ്റെ മാമിയുടെ കൈ കിട്ടുന്നത് അന്നാണ് ഇങ്ങനെ ചാവാൻ പോകുന്നത്. എന്നിട്ട് ഈ പുള്ളി പറയുവാണ്, ഞാൻ ചത്തു കഴിഞ്ഞാൽ എൻ്റെ ചിതാഭസ്മ മോള് ഗോവ ബീച്ചിൽ ഒഴുക്കണോ. അപ്പം എൻ്റെ മനസ്സ് വല്ലാണ്ടായിപ്പോയി. കാരണം വർക്കല ബീച്ചിലെ സീനൊക്കെ കഴിഞ്ഞ് ഗോവയിലോട്ടാണ് പോക്ക്. ഇപ്പം നിങ്ങളീ പലരും വിചാരിക്കും ഇവളീ വന്ന് സ്വന്തം അമ്മാവൻ്റെ കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞ് നാളെ നീയും വയസ്സാവും, നീയും അമ്മായിയാവും. എനിക്കറിയാം നാളെ ഞാൻ വലിയൊരു വിഷയമാവും. അല്ല,
എൻ്റെ മക്കളുടെയും കൊച്ചുമക്കളെയൊക്കെ വലിയൊരു സബ്ജക്റ്റ് ആവും ഞാൻ സ്റ്റാൻഡപ്പിൽ. അതുകൊണ്ട് നിങ്ങളോട് പറയാണ്, നമ്മളും ഇതൊക്കെ കടന്നു പോകും. അതുകൊണ്ട് നാടോടുമ്പോൾ നടുവ് ഓടില്ലെങ്കിലും ചെറിയ രീതിയിൽ സൈഡ് വീക്കിലെങ്കിലും ഓടിക്കൊള്ളുക. ദാറ്റ് ഈസ് മൈ ടൈം. താങ്ക് യു.